ഈ ഓട്ടോ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്തിട്ട് ആ പണം നെത്തിച്ചെലവനായിട്ട് എന്റെ അപ്പന് കൊടുക്കണം. ഇതാണോ ഇത്ര വലിയ ആനക്കാര്യം? ഞാൻ വിചാരിച്ചു തടങ്കലിൽ കിടക്കുന്ന കാമുകനെ കടത്തിക്കൊണ്ടുവന്ന് ഒരു ചേസ്, ഒരു ഫൈറ്റ്. അയ്യേ, വെറുതെ കൊതിപ്പിച്ച് കളഞ്ഞല്ലേ കൊച്ചെ. ഓട്ടോ വാടകയ്ക്ക് കൊടുക്കുന്ന കേസൊക്കെ കേസൊക്കെ ഇവനെ ഏൽപ്പിച്ചാൽ മതി. ഇല്ല, ഈ ഓട്ടോ ഞാൻ ആർക്കും വാടക കൊടുക്കില്ല. ഈ ഓട്ടോ ഇന്നു മുതൽ ഞാൻ ഓടിച്ച് ഇതിന്റെ വാടകയും ലാഭവും ഞാൻ ചാക്കോച്ചേട്ടന് കൊടുക്കും. കാരണം എന്താ? എന്റെ തലക്ക് ജനിക്കാതെ പോയ അമ്മായി അപ്പനാണ് ചാക്കോച്ചേട്ടൻ. വല്ലതും മനസ്സിലായി കുട്ടിക്ക്? അപ്പന്റെ കാര്യം ഓർത്ത് കൊച്ചു വിഷമിക്കണ്ട. കൊച്ചിന്റെ അപ്പനെ സ്വന്തം മോനെ പോലെ ഞാൻ നോക്കിക്കോളാം. കൊച്ചു ഇഷ്ടപ്പെട്ട ചെറുക്കന്റെ കൂടെ പോയി ധൈര്യമായിട്ട് ജീവിക്കേ. അയ്യേ, അങ്ങനെ നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഞാൻ പ്രേമം മൂത്തിട്ട് ഒളിച്ചോടുന്നൊന്നുമല്ല. നിവർത്തിയേടുകൊണ്ടാ. സത്യം പറഞ്ഞ ആദ്യമൊക്കെ ഈ സുനിയെ കാണുന്നതേ എനിക്ക് വെറുപ്പായിരുന്നു. പിന്നെ മാസങ്ങളോളം പുറകെ നടന്ന് ശല്യം ചെയ്തപ്പോ ഏതോ ഒരു നിമിഷത്തില് പെട്ടുപോയതാ. ഇപ്പൊ കൂടെ ചെന്നില്ലെങ്കിൽ ചത്തുകളെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിയാ. ആ കാലമാടം പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാലേ പിന്നെ മനസ്സമാധാനം ഉണ്ടാവും. അത് ശരിയാ. അതുകൊണ്ടാ ഞാൻ പോകാൻ തീരുമാനിച്ചേ. വണ്ടിയുടെ RC ബുക്കും താക്കോലും. എന്റെ ഓട്ടോ ഭഗവതി കാത്തിരക്ഷിക്കണേ.